എന്തോ നമ്മ ഈ കാണിക്കണത്? അവിടെ ഒന്നും ചവറില്ല അമ്മ. ഈ തൂത്തടുത്ത് തന്നെ വീണ്ടും വീണ്ടും തൂക്കം അങ്ങോട്ട്, ഇവിടെ വന്ന് തൂക്കം അങ്ങോട്ട്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അല്ലെങ്കിൽ അമ്മേരെ കുറ്റം പറയണത് അമ്മമാർക്ക് പിടിക്കും. എന്തോ നമ്മ ഇത് ഇത് മനഃപൂർവ്വമാണ് അമ്മ, മനഃപൂർവ്വമാണ്. മനസ്സിലായി. എന്തോ നമ്മ കാണിക്കണേ? അമ്മ, അമ്മയ്ക്ക് വൃത്തി എന്ന് പറഞ്ഞ സാധനം അമ്മേരെ അടുത്തൂടെ പോയിട്ടില്ല അമ്മ. ഉള്ളത് പറയണോണ്ടൊന്നും തോന്നല്ലേ. പിന്നെ അമ്മയോട് ഞാൻ ഇത്രയും കാലം പറയാത്ത. നീയേ എന്റെ രണ്ടാമത്തെ മോളാണോ അതോ എന്റെ മൂത്ത അമ്മായിയമ്മയാണോ? കാര്യം പറയുമ്പോ എല്ലാരും ഇങ്ങനെ തന്നെ പറയണ. അമ്മേരെ കുറ്റം ഒന്നും നമുക്ക് ആർക്കും ഒന്നും ഇവിടെ ഒന്നും പറഞ്ഞുകൂടാ. നീ വാടുത്ത് കുറ്റം പറഞ്ഞ നീ തൂക്ക്. ചെല്ലേ. എന്തിനു ഞാൻ തൂക്കണ? വാ, കുറ്റം പറയാ തൂക്ക്. അമ്മ തുടങ്ങി. അമ്മ അങ്ങോട്ട് തൂക്കം അങ്ങോട്ടു. ഭയങ്കര മടിയല്ലേ മണി. മിണ്ടാതിരുന്നോളാം ഞാൻ തൂക്കുമ്പോ. അങ്ങോട്ട് കുനിഞ്ഞ് അങ്ങോട്ട് തൂക്കമ്മ. അമ്മയ്ക്ക് ഒരു വക. അയ്യോ അയ്യോ മണി പാവം, എനിക്കറിയാം. നീ കൈ വിടുന്ന നിമിഷം നിന്റെ ബാക്കിൽ അടി പൊട്ടും. കൈ വിടൂല. ഞാൻ എന്തിനു കൈ വിടണ? ഓർപ്പായിട്ട് കിട്ടും. ഒരു 10 അടിയെങ്കിലും നിനക്ക് തന്നിട്ടേ കൈ വിടുള്ളൂ. അയ്യോ മാൻഡ്രക്കായിട്ട് എത്തിയല്ല എന്റെ അച്ഛൻ. മണി കണ്ടാ കുട്ടപ്പനാക്കി. അതിന്റെ ക്ലച്ച് മാറ്റി, വണ്ടിയെ ക്ലച്ച് മാറ്റി, അതിന്റെ ലൈറ്റ് കംപ്ലൈന്റ് ഉണ്ട്, മാറ്റി പ്ലഗ് കരട് കയറിയത്, പ്ലഗ് എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാം അടിപൊളിയെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇതാ കുട്ടപ്പൻ. അല്ല, എന്തൊക്കെ ചെയ്തിട്ട് എന്താണ് കാര്യം? ഇതല്ലേ വണ്ടി? ഇതല്ല വണ്ടി. അതെ, ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് അവൻ വിളിച്ചിരുന്നു, വർഷാപ്പിൽ നിന്ന പയ്യൻ. അപ്പൊ അവൻ പറഞ്ഞു ഈ വണ്ടി അവിടെ ഒരാള് കണ്ടു. അതായത് വേറൊരു വണ്ടി പണിയാനായിട്ട് വർക്ക്ഷോപ്പിൽ വന്നപ്പോ ഈ വണ്ടി കണ്ടപ്പോ, ഈ മോഡലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇപ്പൊ കിട്ടത്തില്ലല്ലോ ഇങ്ങനത്തെ. അപ്പൊ അയാൾക്ക് അത് ഇൻട്രസ്റ്റ് തോന്നി. അയാൾ ഉടനെ തന്നെ ഇത് ആരുടെ വണ്ടിയാണെന്ന് അന്വേഷിച്ചു. അവൻ്റെ അടുത്ത് ചോദിച്ചു കൊടുക്കുമെന്ന്. അപ്പൊ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി നോക്കാന്നൊക്കെ പറഞ്ഞു നിന്നപ്പോഴേ നല്ല വില, മോഹ വില പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു നിങ്ങൾ എപ്പോഴും പറയണല്ലേ, വിനയം കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോ വൈകുന്നേരം 5 മണിക്ക് കൊണ്ട് കൊടുക്കണം. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് കൊണ്ടുവന്നേനെ. ഈ വണ്ടി കൊടുക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? കൊടുത്തേക്ക, നമുക്ക് വേറെ വാങ്ങിക്കാം. പിന്നെ മണി ചായ ഇടാം. വാ, ചായ ഇട്. അങ്ങനെ ഇന്ന് 5 മണിയോടുകൂടി ഇവൻ നമ്മൾ എന്നേക്കുമായി വിട്ട് പിരിയാണ്. നീ ചായ ഇട് മണി. മണി ചായ ഇട്ടതുണ്ടോ? മണി ചായ ഇട്ടതില്ല, ഇട്ട് തരാം. ഇനി ഇടയൊന്നും വേണ്ട. എന്തേ അച്ഛാ, നമ്മുടെ വണ്ടിക്ക് എത്ര രൂപ തരാന്നാ അങ്കിള് പറഞ്ഞേ? അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. നിങ്ങൾ ശരിക്കും വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു എന്നല്ല, തീരുമാനിച്ചു ഉറപ്പിച്ചു. ഞാൻ സത്യത്തിൽ നേരത്തെ 2-3 പ്രാവശ്യം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഈ സെന്റിമെന്റ്സ് കാര്യം, വണ്ടിയോടുള്ളൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നല്ലോ. ഇപ്പോ നോ സെന്റിമെന്റ്സ്. അയ്യോ വാ മക്കളെ. ചേച്ചി, നീ ഒരു കാര്യം അറിഞ്ഞാ? എന്ത്? അച്ഛൻ നമ്മുടെ വണ്ടി കൊടുക്കാൻ പോകുന്നു. ശരിക്കും? അടിപൊളി അടിപൊളി. ഇപ്പോഴെങ്കിലും എന്റെ അച്ഛന് നല്ല ബുദ്ധി തോന്നിയല്ലോ. ആ കണ്ടകശാനി ഇവിടെ നിന്ന് ഇങ്ങനെങ്കിലും ഒന്ന് ഒഴിഞ്ഞാ മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. ഇത്രയ്ക്ക് തുള്ളിച്ചാടയോടെ വല്ല ആഘോഷ നടപ്പുണ്ടോ? രവിയേട്ടാ, ആ വണ്ടി വിറ്റ് നിങ്ങൾ എങ്ങനെ ഓഫീസിൽ പോകും? അത് ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ വണ്ടി വിൽക്കുമ്പോൾ നല്ലൊരു വില കിട്ടുമല്ലോ. അപ്പോഴേ നമുക്ക് പുതിയൊരു ബൈക്ക് വാങ്ങാം. ഇപ്പോഴാണെങ്കിൽ ഒത്തിരി മൈലേജ് ഉള്ള നല്ല നല്ല വണ്ടികളുണ്ട്. നല്ല വില കിട്ടൂടി ഇത് കൊടുക്കുമ്പം. ഏത്? ഈ ആക്രി വണ്ടിയാ? ഈ ആക്രി വണ്ടി കൊടുത്ത എവിടെ വില കിട്ടാ അല്ലേ അമ്മ? എനിക്ക് അറിഞ്ഞൂടാ. അസ്ഥാനത്ത് കയറി കോമഡി അടിക്കല്ലേ റിങ്കി. മണി, ഞാൻ ആ വർക്ക്ഷോപ്പിൽ അവനൊന്ന് വിളിക്കട്ടെ. നമുക്ക് പറ്റിയ പുതിയ വണ്ടി വല്ലതും ഉണ്ടോ നോക്കാം. ഏതാണ് നല്ലതെന്നൊക്കെ നോക്കിട്ടെ. എന്തായാലും ഒരു നല്ല മൈലേജ് ഉള്ള വണ്ടി തന്നെ അങ്ങ് എടുക്കാം. ചായ വേണ്ടേ? ചായ നീ ഇടുന്നെങ്കിൽ കൊണ്ടുപോവാ, മുറിയിലോട്ട് കൊണ്ടുപോവാ. ഫോൺ അവിടെ ഇരിക്കുന്നു, വിളിച്ചെടുക്കട്ടെ. വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഓട്ടിക്കും. നന്നായിരിക്കും. എന്നിട്ട് വേണം അച്ഛൻ നിന്നെ ഓട്ടിക്കാൻ. അച്ഛനെ എന്നെ ഒന്നും ചെയ്യൂല.
അച്ഛന്റെ പുനാര മോളാണ് ഈ ഞാൻ. അതെ അതെ. എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ അതൊന്നും അല്ല ആലോചിച്ചത്. ആ, ആ വണ്ടി വിൽക്കാൻ നിന്റെ അച്ഛൻ ഇത്ര പെട്ടെന്ന് തീരുമാനിച്ചല്ലോ എന്ന്. അത് ശരിയാ. ഭയങ്കര അറ്റാച്ച്മെന്റ് അല്ലായിരുന്നോ വണ്ടിയുടെ അടുത്ത് അച്ഛന്? എത്ര വർഷമായി കാണും അമ്മ അത് മേടിച്ചിട്ട്? 25 വർഷത്തിൽ കൂടുതലായി. ഇനി അച്ഛൻ നമ്മളെ പറ്റിക്കാൻ വല്ലതാണോ പറയുന്നേ? ഒരിക്കലും ഇല്ല. വണ്ടിയുടെ കാര്യത്തിൽ നിന്റെ അച്ഛൻ ഒരു തമാശയും പറയൂല. അച്ഛൻ വണ്ടി മേടിക്കുമ്പോ എനിക്ക് ഒന്ന് എടുക്കണം, അതും ബുള്ളറ്റ്. ബുള്ളറ്റിലിരുന്ന് പോയാലേ ഒരു ഗും ഉണ്ടാവുള്ളൂ. നല്ല ഗുമ്മായിരിക്കും കേട്ടോ. ഈ തെങ്ങില്ലേ, തെങ്ങിന്റെ പൊത്തിനകത്ത് നത്ത് എത്തി നോക്കണ പോലെ ഇരിക്കും. നീ പോടി. രവിയേട്ടാ, ആ സ്കൂട്ടർ തുടക്കണോ? ആ 5 മണിക്ക് കൊണ്ട് കൊടുക്കാവുള്ളല്ലേ മണി. തുടച്ച്. ഞാനൊരു കാര്യം ചോദിക്കട്ടാ. പറ. പുതിയ വണ്ടി വാങ്ങിക്കണമെങ്കിലേ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇത് കൊടുക്കാൻ മണി. എന്താ അറിയുമോ, പുതിയൊരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതാരും ഓടിക്കില്ല. അവിടെ എവിടെയെങ്കിലും വെച്ചേക്കും. പിന്നെ ഉള്ള വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇതങ്ങ് തുരുമ്പെടുത്ത് നശിച്ചു പോകും. അപ്പോഴേ ആക്രിക്കാരനെ കൊടുക്കാൻ പറ്റും. പിന്നെ ആക്രി വിലയ്ക്ക് കൊടുക്കണം. ഇതാകുമ്പോൾ വാങ്ങിക്കുന്നവൻ പൊന്നു പോലെ ഓടിക്കുകയും ചെയ്യും, നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയും ചെയ്യാം. അതെ, ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ വണ്ടി എന്തായാലും കൊടുക്കണം. എന്നിട്ട് എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മിണ്ടായിരടി, ഞാൻ ഒന്ന് പറയട്ടെ. എന്നിട്ട് പുതിയ വണ്ടി മേടിക്കണം. പഴയ വണ്ടി അച്ഛൻ ഓടിക്കുമ്പം ഞാൻ പുതിയ വണ്ടി ഓടിക്കും. എന്നിട്ട് ഞാൻ അച്ഛൻ പഴയ വണ്ടി ഓടിക്കുമ്പം നീ പുതിയ വണ്ടി ഓടിക്കും. അതല്ലേ പറയാൻ വന്നത്. നീ കൂടുതൽ ഐഡിയ പറയണ്ട. അതെ, 26 വർഷമായി ഈ വണ്ടി. നമ്മൾ 26 വർഷമായി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ജനുവരി 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടുവരണേ. അമ്മയ്ക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു. ഇത് കണ്ടപ്പോ അമ്മയുടെ കണ്ണ് നിറഞ്ഞു എന്ന്. പിന്നെ ഞാൻ പറഞ്ഞ അമ്പലത്തിൽ കൊണ്ട് പൂജിക്കാന്ന് പറഞ്ഞപ്പം അമ്മയ്ക്കാണെങ്കിൽ പേടി വണ്ടി കയറാൻ. ചിന്നുവിന് അന്നൊരു 10-13 വയസ്സ് പ്രായം വരും. പിന്നെ ഞാനും അവളും കൂടെ പോയിട്ടാണ് മുടിപ്പര അമ്പലത്തിലും കൊച്ചാർ ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോയി പൂജിച്ച്. അയ്യോ, എല്ലാം അടുത്ത കാലത്ത് കഴിഞ്ഞ പോലെ തോന്നുന്നു. ഈ വണ്ടിയിലേ അച്ഛനും അമ്മയും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ എവിടെയൊക്കെ പോയിരിക്കുന്നു? കായംകുളത്ത് കുഞ്ഞമ്മയുടെ ഹരിപ്പാട് പോയിരിക്കുന്നു. അതുപോലെ വീട്ടിലൊക്കെ പോയി. പിന്നെ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് പുലിനടയിലാണ്. അപ്പൊ ഞാനും ആലങ്കോട് വരെ പോയില്ലേ? ആലങ്കോടാ? അത് ആറ്റിങ്ങൽ അപ്പുറല്ലേ? അതെ. എന്ന്? അത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതാ. ബെസ്റ്റ്. ഞാൻ ഒരിക്കൽ രാവിലെ പോയില്ലേ, എന്നിട്ട് ഉച്ചക്ക് കയറി വന്നില്ലേ, അത് അവിടെ പോയതാ. ലൈസൻസ് ഇല്ലാതെ ആലങ്കോട് വരെ വണ്ടി എടുത്തോണ്ട് പോയാ? മണി, നിനക്ക് ഓർമ്മയുണ്ടാ പുലിനടയിൽ ഒരു ദിവസം ഇതിൽ വണ്ടി പോയപ്പോഴേ നിന്റെ അച്ഛൻ എടുത്ത് ഈ വണ്ടി ഓടിച്ചു? എന്നിട്ട് പറഞ്ഞ ഓർമ്മയുണ്ടാ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രവി എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കണമെന്ന്. ബ്രേക്കും ഇല്ല, ക്ലച്ചും ഇല്ല. അങ്ങനെ എന്നേക്കുമായി ഇവൻ നമ്മളെ വിട്ടു പോവുകയാണ് മണി. നിങ്ങൾക്കൊക്കെ സന്തോഷമായല്ലോ. കാരണം ബാങ്ക് മാനേജരായ നിങ്ങളുടെ അച്ഛൻ ഈ വണ്ടി പോണ നിങ്ങൾക്ക് കുറച്ചില്ലല്ലേ. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന് നമ്മുടെ കയ്യിരിക്കുന്നത് ഇന്നലെ വേറെ ആരുടെ കയ്യിലായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നാളെ വേറെ ആരുടെ കയ്യിലും ആവും. 5 മണിക്ക് വണ്ടി കൊണ്ട് കൊടുക്കാവുള്ളല്ലേ. ബാണി വാ. മോളെ മണിയേ, ആലങ്കോടല്ലേ? ശരിയാക്കി തരാടി. അത് പിന്നെ എല്ലാരും ബൈക്കിലൊക്കെ വന്നപ്പോ ഞാൻ ഒരു വെറൈറ്റിക്ക് ഇത് കൊണ്ടുവന്നു. വെറൈറ്റിക്ക് ഇത്. ശരി, ഓക്കെ. ഞാനേ ഇന്നലെ ഒരു 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. പെട്രോൾ ഉണ്ട്. നമ്മളെ എന്തായാലും വണ്ടി കൊടുക്കല്ലേ, ഒരു നിറവോട് കൂടി അങ്ങ് കൊടുക്കണം. വണ്ടി കൊടുക്കാൻ നേരത്തും ധർമ്മവും നീതിയൊന്നും വിട്ടുപിടിക്കുന്ന പ്രശ്നമില്ലല്ലേ.
നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്റെ രവിയേട്ടാ. മണി നിന്നെ പോലെ നീയും. അച്ഛാ ആ വണ്ടി ഇപ്പൊ കൊടുക്കാൻ പോവാണോ? ആ പിന്നെ 5 മണിക്ക് അവിടെ എത്തിക്കാന്നല്ലേ പറഞ്ഞത് വണ്ടി. ഇപ്പൊ മണി 4:30 കഴിഞ്ഞില്ലേ? കൃത്യനിഷ്ഠത അപ്പോഴും മാറ്റി വെക്കാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം രണ്ടാളോടും കൂടി പറയാം. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പറയണം. വണ്ടി കൊടുത്തു കഴിഞ്ഞ് പിന്നെ ചെലവ് ചെയ്തില്ല എന്ന് പറയല്ലേ. അത് അച്ഛന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. നിനക്കോ? അച്ഛൻ ഇഷ്ടമുള്ള മേടിച്ചാൽ ഒന്നും വാങ്ങൊന്നും വേണ്ട, രവിയേട്ടൻ പോയിട്ടിങ്ങ് വാ, അത് മതി. ആ പിന്നെ ഒരു കാര്യം എന്തായാലും കൊടുക്കാൻ പോവാണ്. വേണമെങ്കിൽ ഒന്ന് വണ്ടിക്ക് ടാറ്റയൊക്കെ പറഞ്ഞു. മണി പോയിട്ടുണ്ടോ? രവിയേട്ടാ ആ ഇതെന്തോന്ന് കോലം? ഇങ്ങനെയാണോ പോയത്? എന്ത് കോലം? ഇനിയിപ്പോ വണ്ടി തുടക്കുകയും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ പോകും വേണ്ട. മണി വണ്ടി വാങ്ങിച്ച ആളെ നല്ല മനുഷ്യൻ മണി. അയാളുണ്ടല്ലോ അപ്പൊ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത്. ആണോ? അയാൾ പൊന്നു പോലെ നോക്കുക വണ്ടി. എന്തോന്നു കയ്യില്? ഇത് പിള്ളേരെവിടെ? അവർക്ക് ചിക്കനും പൊറോട്ടയും വാങ്ങിച്ചു. നിനക്കുണ്ട്? എവിടെ? അവരെവിടെ? അകത്തുണ്ട്. വാ. രവിയേട്ടാ ഉറങ്ങിയില്ലായിരുന്നോ? നീ ഉറങ്ങില്ലേ മണി? ഉറങ്ങണില്ലേ? ആ ഞാൻ ഇപ്പൊ ഉറങ്ങും. നീ ഉറങ്ങിക്കോ. രവിയേട്ടാ എന്ത് മണി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കൊടുത്ത വണ്ടി തിരിച്ച് വാങ്ങിച്ചോണ്ട് വരാൻ പറ്റുമോ? അതിപ്പം എന്ത് പറ്റി മണി? അല്ല, നമ്മുടെ ലൈഫിലേ തുടക്കം മുതല് ഇത്രയും കാലം നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നതല്ലേ, അതില്ല, അത് പറ്റൂല. വാങ്ങിച്ചോണ്ട് വരൂ. ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കാം മണി. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ ആരും ഉറങ്ങിയില്ലേ? ഇല്ല മക്കളെ. നിങ്ങൾ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാം അമ്മ? നമ്മുടെ വണ്ടി പോയില്ലേ? നിങ്ങൾ അത് ഓർത്തോണ്ട് കിടക്കായിരുന്നോ? അതും പറഞ്ഞോണ്ട് കിടക്കായിരുന്നു ഇത്ര നേരം? അതെ, അച്ഛൻ വണ്ടി വിൽക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച ചേച്ചിക്ക് ഫീൽ ചെയ്തില്ലെന്നാ. പക്ഷെ ചേച്ചിയും പറഞ്ഞു ചേച്ചിക്കും ഭയങ്കര വിഷമമായെന്ന് പറഞ്ഞു. സത്യത്തിലേ ഞാൻ ആ വണ്ടി കൊടുത്തത് എനിക്ക് നീറിയാ കൊടുത്തത്. എനിക്കിപ്പോ ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതി. മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, നാളെ രാവിലെ വണ്ടി ഇവിടെ മുറ്റത്ത് കിടക്കണം. പറ്റോ? പിള്ളേരെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല് മക്കളെ. ഞാൻ നോക്കാം മണി, ഞാൻ അയാളൊന്ന് വിളിച്ചു നോക്കാം. എങ്ങനെയെങ്കിലും ഒപ്പിക്കും. 2000 3000 എക്സ്ട്രാ കൊടുത്താലും കുഴപ്പമില്ല. വണ്ടി അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ? വാങ്ങിച്ചോണ്ട് വരുമോ? ഞാൻ വിളിക്കാം. നീ കിടന്നോ മണി?
ശോ, അച്ഛനെ കാണാനും ഇല്ലല്ലോ. വണ്ടി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് ഓട്ടിക്കായിരുന്നു. എന്നാലും എന്റെ നെഞ്ചിൽ ആ കല്ലങ്ങ് ഇറങ്ങോളൂ. ഉഫ്. അവരിനി വണ്ടി കൊടുക്കില്ലെന്ന് വല്ലതും പറയുവോ? ആ അങ്ങനെ വല്ല പറഞ്ഞല്ലേ ഞാൻ ജിമ്മിലെ പയ്യന്മാരെ വിളിച്ചോണ്ട് പോവും. ഇല്ല അച്ഛൻ ഇന്നലെ പറഞ്ഞതല്ലേ, അങ്ങനെയൊന്നും ഇല്ല, അച്ഛൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ. പിന്നെന്ത്? ഓരോ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നല്ല ആൾക്കാരെന്നാണ് പറഞ്ഞത്. കിട്ടുമായിരിക്കും, വണ്ടിയിലായിരിക്കും ചിലപ്പോ വന്നോണ്ടിരിക്കുന്നത്. വിളിച്ചു നോക്കിയാലോ? വേണ്ട വേണ്ട, ശല്യപ്പെടുത്തണ്ട. ആ വണ്ടി ഉണ്ടായിരുന്നപ്പോഴേ ഒരു വില ഉണ്ടായിരുന്നില്ല. അത് പോയപ്പോഴാണ് അതിന്റെ സങ്കടം മനസ്സിലാവണേ. എന്റെ കൈ പിടിച്ചു വിളിക്കുന്നത്. അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് മക്കളെ. നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ അതൊക്കെ വില മനസ്സിലാവുള്ളൂ. ആ വണ്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴേ നമ്മൾ അതിനൊരു എക്യുപ്മെന്റ് എന്നോ ഉപകരണം എന്നൊക്കെ പറഞ്ഞ് വലിയ മൈൻഡ് ചെയ്യാതിടും. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, അതിനെ വെറും ഒരു ഉപകരണമായിട്ടല്ല, നമ്മുടെ വീട്ടിലൊരാളെ പോലെയാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. നമ്മുടെ കൂടെയുള്ള ഒരാൾ പോയാൽ നമുക്ക് വിഷമം വരൂലേ? എത്രത്തോളം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്നല്ലേ നമ്മള്. മണി, മക്കളെ വണ്ടി കിട്ടി. ഓ, ഇപ്പോഴാണ് സമാധാനമായത്. പിന്നെ അയാൾ നല്ല മനുഷ്യൻ മണി. പറഞ്ഞു ഉടനെ തന്നെ വണ്ടിയും തന്നു. കൂടുതൽ ഒറ്റ പൈസ കൊടുക്കേണ്ടി വന്നില്ല. വാ കേറ്, നമുക്കൊരു റൗണ്ട് അടിക്കാം. എല്ലാരും കേറ്. നിക്ക് മോളെ. കുഴപ്പമൊന്നുമില്ലായിരുന്നു മോളെ, ഇറങ്ങ്. നീ ചരിച്ചാ മതി. ശരി മതി മതി. ഇതാണ് എനിക്ക് ഈ വണ്ടി പണ്ടുള്ളത്. ആവശ്യത്തിന് എവിടെയെങ്കിലും പോവാന്ന് പറയുമ്പോ സ്റ്റാർട്ട് ആവൂല വിധി. മണി, ഇത് നമ്മുടെ മുത്തല്ലേ മണി.